ശത്രുവിൻ്റെ പാളയത്തിലും മൃഷ്ടഭോജ്യമേകിടുന്നവൻ. ശത്രുവിൻ്റെ പാളയത്തിലും മൃഷ്ടഭോജ്യമേകിടുന്നവൻ. നന്മയും കരുണയൊക്കെയും നിത്യമെന്നെ പിന്തുടർന്നിടും. യാഹു നല്ല ഇടയൻ, എന്നുമെൻ്റെ പാലകൻ. ഇല്ലെനിക്കു ഖേദമൊന്നുമേ. യാഹു നല്ല ഇടയൻ, എന്നുമെൻ്റെ പാലകൻ. ഇല്ലെനിക്കു ഖേദമൊന്നുമേ. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവമക്കളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമുക്കൊരു ഇടയനാണ്. 23-ാം സംഘത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും യേശു ക്രിസ്തുവിനെ ഇടയൻ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നുണ്ട്. ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവൻ കൊടുക്കുന്ന നല്ല ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ എന്നൊക്കെ കർത്താവിനെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ദൈവങ്ങൾ ഓർക്കേണ്ട കാര്യം, നമ്മളെ അനുദിനം പരിപാലിച്ച് പച്ചപ്പുൽമേടുകളിൽ നടത്തി സ്വസ്ഥയുള്ള വെള്ളത്തിനടുത്തേക്ക് നമ്മുടെ ദാഹം തീർക്കുവാനായി നമ്മളെ പരിപാലിച്ചു കൊണ്ടുപോകുന്ന, രാവും പകലുമൊക്കെ നമ്മെ സൂക്ഷിക്കുന്ന ഒരു ഇടയൻ നമുക്കുണ്ട്. ആ ഇടയൻ നമ്മുടെ കർത്താവാണ്, നമ്മുടെ രക്ഷകനാണ്, നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. ആ ഇടയൻ്റെ പരിപാലനങ്ങളൊക്കെ ഓർത്ത് ഓരോ ദിവസവും നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് ദൈവം കൃപ നൽകട്ടെ. ഇന്ന് രാവിലെ ഉത്തമഗീതത്തിലെ 2-ാം അധ്യായം അതിൻ്റെ ഒരു വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. മുന്തിരിവള്ളി പൂത്തിരിക്കിയാൽ മുന്തിരിവള്ളിയെ നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവീൻ എന്നൊരു വാക്യം കാണാനായിട്ട് കഴിയും. കുറുക്കൻ എന്നൊരു ജീവിയാണ്, ചെറിയ ജീവിയാണ്, പക്ഷെ വളരെ ദ്രോഹം ചെയ്യുന്ന സൂത്രശാലിയായ ഒരു ജീവിയാണ്. പലപ്പോഴും ഇത് പകലൊന്നും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ ഈ കുറുക്കന്മാർ വലിയ ശല്യം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഇതിനകത്ത് വായിക്കുന്ന ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവിൻ. ഈ കുറുക്കൻ എന്താ ചെയ്യുന്നത്? മുന്തിരിവള്ളിയൊക്കെ പൂത്തിട്ടുണ്ട്, പക്ഷേ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന, ഫലം തരാതെ അതിനെ നശിപ്പിച്ച് കളയുന്ന ഈ കുറുക്കന്മാരെ ഇവിടെ വായിക്കുന്നു. അവരെ നിങ്ങൾ പിടിച്ചുതാ. അവരെ പിടിച്ചു തന്നില്ലെങ്കിൽ മുന്തിരിവള്ളി നശിക്കും, അതിൻ്റെ ഫലം കായ്ക്കാതെ വരും. ഞാൻ ഓർപ്പിച്ചതുപോലെ വളരെ സൂത്രശാലിയായ ഒരു ജീവിയാണ് കുറുക്കൻ. ഒരിക്കൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അന്നത്തെ ഗവർണറായ ഹെരോദ രാജാവിനെ വിളിച്ചൊരു വിളിയുണ്ട്. ഹെരോദാവ് കർത്താവിനെ പിടിക്കാനും പ്രതികൂലം സൃഷ്ടിക്കാനൊക്കെ ശ്രമിച്ച സമയത്ത് പറയുന്നു, ആ കുറുക്കനോട് പോയി പറ, എനിക്ക് ഇന്നും നാളെയൊക്കെ ശുശ്രൂഷ ചെയ്യാനുണ്ട്. ഹെരോദാവിനെ വിളിച്ചൊരു വിളി കുറുക്കൻ എന്നാണ്. ഇതുപോലെ പഴയമത്തിൽ നാസൃതക്കാരനായി ഭൂമിയിൽ വന്ന് വളരെ വർഷക്കാലം ജീവിച്ച് ഏതാണ്ട് 20 വർഷക്കാലം ഇസ്രായേൽ ന്യായപാലനം ചെയ്ത ഒരു ന്യായാധിപനോട് ശിംശോൻ എന്നാ പേര്. പരസ്പരെ പരാജയപ്പെടുത്താനായിട്ട് അദ്ദേഹം ചെയ്തൊരു പദ്ധതി, 300 കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാല് കെട്ടി പരസ്പരുടെ പാടത്ത് വിട്ടുവെന്നും ആ പാടം മുഴുവനും തീപ്പന്തം കത്തി നശിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഇതിൻ്റെ ഒരു ആത്മീയ അർത്ഥമുണ്ട്. ഈ മുന്തിരിവള്ളി അതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ കാണിക്കുകയാണ്. ഇസ്രായേലിനെ കുറിച്ച് വായിക്കുന്നത്, ഇസ്രായേൽ ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടമാണ്. യെശയ്യാപ്രവാചകൻ പറയുന്നു, ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഞാൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അതിൻ്റെ കല്ലെല്ലാം ഞാൻ പറക്കി കളഞ്ഞു, ചുറ്റും വേര് കെട്ടി ചക്ക് കുഴിച്ചിട്ട് വേണ്ടതെല്ലാം ചെയ്തു, നല്ല മുന്തിരി കൂടെ നട്ടു. പക്ഷെ ഫലം കായ്ച്ചപ്പോൾ കാട്ടുമുന്തിരിങ്ങ കായ്ച്ചു. ഈ എക്സാമ്പിളിൽ കൂടെ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ജനമാകുന്ന ഇസ്രായേൽ എന്ന ആ ജാതി, അല്ലെ ആ ജനം, ദൈവം ഏറ്റവും പരിപാലനം ചെയ്തു, ഏറ്റവും അവരെ കരുതി, എങ്കിലും നല്ല ഫലം കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല.
പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും കർത്താവ് പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, നിങ്ങൾ സാക്ഷാൽ മുന്തിരി, ഞാൻ തോട്ടക്കാരനുമാണ്. എന്നിൽ ഫലം കായ്ക്കാത്ത കൊമ്പൊക്കെ ഞാൻ ചെത്തിക്കളയും എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ നിന്നൊക്കെ എന്താ മനസ്സിലാക്കുന്നത്? നമുക്കറിയാം ഒരുപാട് ജീവികൾ ഭൂമിയുടെ പരപ്പിലുണ്ട്. പക്ഷേ ഈ ചെറുകുറുക്കന്മാരെന്ന് പറയുന്ന ഇത് നമുക്ക് അത്ര കണ്ണിൽപ്പെടുന്ന, പരസ്യം ആൾക്കാരൊക്കെ കാണുമ്പോൾ പരസ്യമായി വരുന്ന ഒരു ജീവിയല്ല. ഇത് ഏതെങ്കിലും മാളത്തിൽ ഒളിച്ചിരിക്കും. ഒളിച്ചിരുന്നിട്ട് നമ്മുടെ ഫലങ്ങളെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കും. ഇത് നമ്മുടെ ആത്മീയത്തെ തകർക്കും. നമ്മൾ ഓർക്കുക, നമ്മളൊരു ആത്മീയജീവൻ നയിക്കുന്നവരാണ്. ആത്മീയം നയിക്കുമ്പോൾ ഈ ചെറുകുറുക്കന്മാരുടെ ചില സ്വഭാവം നമ്മുടെ ഇതിൽ കയറി വരും. ആത്മീയ ഫലം പുറപ്പെടുവിക്കാതിരിക്കാൻ. മുന്തിരിവള്ളി നട്ടു, പൂത്തിട്ടുണ്ട്, പക്ഷെ കായ്ച്ച് ഫലം കായ്ക്കുന്നതിന് മുമ്പേ ഈ ചെറുകുറുക്കന്മാർ കയറിയാൽ ആ മുന്തിരിവള്ളി നശിപ്പിക്കുകയും ഫലം ലഭിക്കാതെ വരികയും ചെയ്യും. ഓരോ വ്യക്തികളും ഈ ദിവസങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ആത്മീയത്തെ തകർക്കുന്ന ഏതെങ്കിലും ചെറുകുറുക്കന്മാർ നമ്മുടെ ജീവിതമുണ്ടോ എന്ന് നോക്കണം. ഈ ചെറുകുറുക്കന്മാർ എന്ന് പറയുന്ന നമ്മുടെ ജഡീക ചില സ്വഭാവങ്ങളാണ്. ചിലർക്ക് പകയായിരിക്കും, ചിലർക്ക് ദുഷ്ടതയായിരിക്കും, അസൂയായിരിക്കും, പിണക്കമായിരിക്കും, പിന്നെ കോപമായിരിക്കാം, ശാഠ്യ സ്വഭാവങ്ങളായിരിക്കാം. ഇതൊന്നും പുറമേ അങ്ങനെ ആൾക്കാർ കാണുകയില്ല. പക്ഷേ നമ്മുടെ അന്തർലീനമായി കിടക്കുന്ന ചില ദൈവഹിതമില്ലാത്ത സ്വഭാവങ്ങൾ, അഹംഭാവം, നിഗളം, ദുർനടപ്പ്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നശിച്ച ചെറുകുറുക്കന്മാരാണ്. ഇവിടെ നമ്മൾ വായിക്കുന്ന അങ്ങനെയുള്ള ചെറുകുറുക്കന്മാരെ പിടിച്ച് നമ്മൾ കെട്ടണം. നമ്മൾ അക്ഷരാർത്ഥത്തെ ചിന്തിച്ചാൽ ശിംശോൻ ചെയ്തതുപോലെ കുറുക്കന്മാരെയൊക്കെ വാലയെ പിടിച്ച് കെട്ടി പന്തം കത്തിക്കുക എന്നൊരർത്ഥമല്ല ഇതിനുള്ളത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മറഞ്ഞു കിടക്കുന്ന ചില ജഡീക സ്വഭാവങ്ങൾ, അത് നമ്മുടെ ഫലത്തെ തടയാൻ എപ്പോഴും ദൈവമക്കൾ ആത്മീയ ഫലം കൊടുക്കണമെന്ന് ബൈബിളിനകത്ത് വായിക്കുന്നുണ്ട്. ആത്മാവിൻ്റെ ഫലം സ്നേഹ, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം, ഇതൊക്കെ ഫലമാണ്. പക്ഷെ ഇതിനെ തകർക്കാൻ നമ്മിലുള്ള ചെറുകുറുക്കന്മാർ ആര് ചെയ്യണം? അവനവൻ ചെയ്യണം. പൗലോസ് പറഞ്ഞൊരു വാക്യം പറയാമല്ലോ, ഞാനെൻ്റെ ജഡത്തെ ദണ്ഡിപ്പിച്ച് ഞാൻ അടിമയാക്കുന്നു. ഇത് പറയാൻ കാരണം തൻ്റെ ആത്മീയത്തെ തകർക്കുവാൻ വരുന്ന ജഡീക ചില സ്വഭാവങ്ങൾ, ജഡീക ഭാവങ്ങൾ. നന്മയാണെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇച്ചിക തിന്മ വരുത്തുന്ന ചില ചെറുകുറുക്കന്മാർ അത് എല്ലാ മനുഷ്യരും ഉണ്ടെന്നേ. നമ്മൾ ഈ ആത്മീയരെന്ന് പറയുന്ന വ്യക്തിയിലൊക്കെ ഇതുണ്ട്, ദൈവദാസന്മാരിതുണ്ട്. എല്ലാവരിലും ഈ ചെറുകുറുക്കന്മാർ കയറി വരും. പക്ഷേ ഇവിടെ ഉത്തമഗത്തിൽ വായിക്കുന്ന ആ ചെറുക്കന്മാരെ പിടിച്ച് കെട്ട്, ബന്ധിക്ക്, ഇല്ലെങ്കിൽ ഫലം നശിപ്പിച്ച് കളയും. ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഈ ചെറുകുറുക്കന്മാരെ എന്ന് കണ്ടുപിടിക്കുക. അതിനെ നമ്മൾ എന്ത് ചെയ്യാം? പിടിച്ച് തരാമെന്ന് പറഞ്ഞാൽ അതിനെ ബന്ധിക്കുക, അതിനെ തകർക്കുക. എന്തിനാണ്? നമ്മളെ നട്ടിരിക്കുന്ന യജമാൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നല്ല മുന്തിരിങ്ങ കായ്ക്കാനാണ്. ചെറുകുറുക്കന്മാർ കയറിയിട്ട് ഇതിൻ്റെ വള്ളിയും ഇതിൻ്റെ ഫലവുമൊക്കെ തകർക്കാൻ പാടില്ല. നമുക്കൊന്ന് ഉത്സാഹിക്കാം. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, അങ്ങനെയുള്ള അനുഭവം എന്നെ ഒന്ന് മാറ്റി നല്ല ഫലമുള്ളൊരു വ്യക്തിയാക്കി എന്നെ തീർക്കണം. എത്ര പേർക്ക് ദൈവത്തോട് പറയാനായിട്ട് കഴിയും? ദൈവം അത് ചെയ്യും. നമ്മുടെ ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം സാധിപ്പിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, നല്ല സമയത്തിനും നല്ല പ്രഭാതത്തിനുമായി സ്തോത്രം. കരങ്ങളേൽപ്പിക്കുന്നു. ഇന്ന് പകൽ ഞങ്ങൾ തന്ന ദൈവത്തിന് മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.